ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. സ്റ്റേക്കേഷൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സീക്കേഷൻ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. കാരണം ഇനി 2 ദിവസം ഈ ഒരു ഷിപ്പിലായിരിക്കും. ദുബായ് ടു അബുദാബിയാണ് പോകുന്നത്. അബുദാബിയിലുള്ള ഒരു സർബനിയസ് ഐലൻഡിലേക്കാണ് കേട്ടോ പോണത്. ഇപ്പോൾ സമയം ഒരു 6:30 9 മണിക്കാണ് കേട്ടോ ഈ ഷിപ്പ് എടുക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം 13 ഫ്ലോർ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു കപ്പൽ ഇത്രയും വലുപ്പവും ഭംഗിയും ഉണ്ടെങ്കിൽ ടൈറ്റാനിക് ഒക്കെ എത്ര വലുപ്പം ഉണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ ഓർത്തത്. അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നതാണ്. 11562 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. ബാൽക്കണിയുള്ള റൂം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. ഇതാണ് ബാൽക്കണി. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല യാത്ര. ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുക. നാളെ രാവിലെ ഞാൻ എന്തായാലും സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അലാറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഒരു 4-5 ആളുകൾക്ക് എന്തായാലും കിടക്കാൻ പറ്റുന്നൊരു റൂം തന്നെയാണ്. ആ ഒരു സോഫ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 4 ആൾക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഞങ്ങളാകെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ ലാവിഷായിരുന്നു. ഇവർ നമുക്ക് സേഫ്റ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 9 മണിയായി. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ക്രൂസ് എടുത്തിട്ടുള്ളത്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. മുഴുവനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ബാക്കിയുള്ള ഫുഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിപ്പോൾ കാണിക്കാം. വെജും നോൺ വെജും അവൈലബിൾ ആണ്. അതുപോലെ ഇന്ത്യൻ, ഇൻ്റർനാഷണൽ, ചൈനീസ് അങ്ങനെ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. ക്രൂസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. DJ എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് വെറുതെ ഇങ്ങനെ പോയി നോക്കി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വന്നപ്പോഴേക്കും കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഓരോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ സോങ് ഞാനിതിൽ ആഡ് ചെയ്യാത്തത്, ഒറിജിനൽ സോങ് ആഡ് ചെയ്യാത്തത് കോപ്പറേറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് അത് ഹൈഡാക്കിയത്.
ക്രൂസിൻ്റെ മുകളിൽ വന്ന് നോക്കിയതാണ്. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് എത്രമാത്രം കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ പകലുള്ള വീഡിയോയും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ഒരുപാട് പേര് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ വൈബാണ് കേട്ടോ. അവരെല്ലാവരും ഡിഫറെൻറ്റ് ഏജ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. രാത്രി ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ഇവരെല്ലാവരും ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇടയ്ക്കിടയ്ക്ക്. നൈറ്റ് ലേറ്റായിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത്, പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ റൂമിൽ കയറി നേരെ പോയി നോക്കിയത് ബാൽക്കണി ഓപ്പൺ ആക്കിയിട്ടാണ്. അവിടെ എന്താണ് സീനെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നാളെ രാവിലെ എന്തായാലും ഞാൻ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എഴുന്നേക്കും. അപ്പം ഞാൻ എന്തായാലും വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. മോർണിംഗ് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്തു. അത് ശരിക്കും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ബാൽക്കണിയുള്ള റൂം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പ്രയോറിറ്റി റൂമാണ് കേട്ടോ. ഈ ഒരു ബാൽക്കണി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയത്. റൂംസ് എല്ലാം റേറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബാൽക്കണി ഇല്ലാത്തതുണ്ട്, അതുപോലെ വിൻഡോ ഇല്ലാത്ത റൂം, വിൻഡോ ഉള്ള റൂം, അങ്ങനെയൊക്കെ ഉണ്ട്. പലതിനും പല പല റേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾ പൂളിൽ പോവാണ്. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കുറച്ച് സൺസ്ക്രീനൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കടലിൻ്റെ നടുക്ക് തന്നെയാണുള്ളത്. സർബാനിയസ് ഐലൻഡിൽ എത്തിയിട്ടില്ല. ഇത് പതുക്കെ പതുക്കെ പോവേ ഉള്ളൂ. പൂളിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഓരോ ടൈമുണ്ട്. ഇവിടെ കറക്റ്റ് ടൈമിലാണ് കേട്ടോ എല്ലാം ഉണ്ടാവുക. എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും കറക്റ്റ് ടൈമിൽ നടക്കും. അതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ അത് എൻഡ് ചെയ്യുകയും ചെയ്യും.
ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മോർണിംഗ് എഴുന്നേറ്റ സമയത്ത് ഇവിടേക്ക് ഒന്ന് നോക്കി. അതുപോലെ വീഡിയോസും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ചില ഭാഗത്തൊക്കെ പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. ഇവിടെ ഫോം പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ റേറ്റ് ഉണ്ട്, പൈസ കൊടുത്തിട്ട് വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ഞാൻ എന്തായാലും അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ തരാം. പൂളിൽ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യാഷ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ആർക്ക് വേണമെങ്കിലും വന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ക്രൂസിൻ്റെ മുകൾ ഭാഗമാണ്. ഞാൻ ഇന്നലെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇതുപോലെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്ക്. അപ്പം ഞാൻ മുകളിലൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തു, അവിടേക്ക് ഒന്ന് കണ്ടു. താഴേക്ക് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ആഴമുണ്ട് കേട്ടോ. കാരണം ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നൊക്കെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും. നമുക്കിവിടെ ചില റൈഡിലെല്ലാം പൈസ കൊടുക്കണം, ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആണ്. പൂളൊക്കെ ഫ്രീ ആണ്. ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും പലരും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന റൈഡിലെല്ലാം പൈസ കൊടുക്കണം.
നമ്മൾ അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നു, റൂമിലെത്തി. തിരിച്ച് ഞാൻ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഐലൻഡാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നമ്മൾ സർബാനിയസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് നന്നായിട്ട് കൂടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഐലൻഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് സംസാരിച്ചത്, കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട്. ഇനി എന്തായാലും ഈ ഒരു സർബാനിയസ് ഐലൻഡിൻ്റെ വീഡിയോസ് എല്ലാം അടുത്ത പാർട്ടിൽ കാണാം. താങ്ക്